ഇന്നിപ്പോൾ ഇപ്പോൾ ഒരാളെ പറയുകയാണേ പിണറായിയുടെ തലയെ കൊണ്ടുപോയി വെള്ളം ഒഴിക്കാൻ ഇത് വെച്ചോണ്ട് ഇപ്പം എന്നോട് പറഞ്ഞു വിട്ടതാ. എന്താ അങ്ങനെ പറഞ്ഞത്? ഇത് ചിലപ്പോൾ ആർക്കും കാശില്ല, അതുകൊണ്ട് വല്ല പ്രൈസും കൊടുക്കണണ്ട, വല്ലതും കൊടുക്കണണ്ട. ഇതെന്നാ 50 രൂപയുടെ ഇത് എന്തിനിറക്കി? സർക്കാർ ഇവിടെ കയറി, നമ്മുടെ സർക്കാർ കയറി കളിച്ചിട്ടെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെ ഊറ്റിപ്പിഴിയുക. ഇവിടുത്തെ ഞങ്ങളെ, അതായത് കച്ചവടക്കാരെ ശരിക്കും ഊറ്റിപ്പിഴിയാണ്. ഈ സർക്കാർ തന്നെ മാറിയേ പറ്റുള്ളൂ. സർക്കാരില്ല, ഈ പ്രസ്ഥാനം ഒന്നിലെ ലോട്ടറി നിർത്തുക. എന്നിട്ട് ഈ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും പെൻഷനും കിട്ടുന്നവർക്ക് മറ്റേതെങ്കിലും തൊഴിൽ കൊടുക്കുക. ഈ പ്രസ്ഥാനം തന്നെ നിർത്തലാക്കുക. പിന്നെ ഇതുകൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. ഒരു ഉപജീവനമാർഗ്ഗം, ഒരു 60 ടിക്കറ്റ് 400 രൂപ 350 കിട്ടും. ഇത് വൈകുന്നേരം കിട്ടുമല്ലോ എന്നോർത്ത് വിൽക്കണവരുണ്ട്. അത് 5 6 മിച്ചം വീട്ടിൽ കൊണ്ടുവന്ന് എന്തുണ്ടാവും? അവർ ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല, ഒരു ആരെയൊക്കെ ചായ കുടിച്ചാൽ 10 രൂപ കൊടുക്കണ്ടേ? അപ്പോൾ അതാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ലോട്ടറി ഹോൾസെയിൽ വ്യാപാരികളല്ല സഹായിക്കേണ്ടത്. അന്യസംസ്ഥാന ലോട്ടറിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ വിറ്റിട്ടുണ്ട്. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ. അതൊക്കെ നിർത്തിയല്ലോ. അതൊക്കെ നിർത്തിയിട്ട് ആ അന്യസംസ്ഥാന ലോട്ടറിയാണ് ഇപ്പോഴും ഈ മലയാളികളായ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം. അത് ഏതൊക്കെയായിരുന്നു അന്ന് ലോട്ടറി ഉണ്ടായിരുന്നത്? ടാറ്റ സിക്കിം സൂപ്പർ, പിന്നെ ദീപം ടിക്കറ്റ്, പിന്നെ കോർണേഷൻ, ഡിയർ, മാതൃഭൂമി, സിംഗം, കുമരൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിക്കറ്റുകൾ, വലിയ വലിയ ടിക്കറ്റ്. അതൊക്കെ 10 രൂപയുടെ ടിക്കറ്റുകളായിരുന്നു. പ്രൈസ് അടിച്ചിരുന്ന പ്രൈസ് ഇഷ്ടം പോലെ പ്രൈസാ. എല്ലാവർക്കും ആ 3 നമ്പറിലുള്ള വലിയൊരു കളി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിന് മെച്ചപ്പെടുത്തണമെങ്കിൽ പ്രൈസ് ഘടന മാറ്റണം. ഇപ്പോൾ 2000 നിലനിർത്തണം. അതുപോലെ തന്നെ 1000, 1000-ൻ്റെയും 500-ൻ്റെയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2000-ൻ്റെ പ്രൈസ് ഇല്ലാത്തതാണ് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. 50 ഒഴിവാക്കണം. അപ്പം പിന്നെ 100, 200 ഇങ്ങനെയുള്ള പ്രൈസ് ഘടന വാങ്ങുകയാണെങ്കിൽ സ്വല്പം മാറ്റം വരും. ഞാൻ 4 ദിവസമായിരുന്നു ടിക്കറ്റ് വിൽക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഓടായില്ലേ, ഇത് സൈക്കിളിൽ ഇരിക്കണത്. എനിക്ക് 2 ടിക്കറ്റ് കാണണം, മിച്ചം വന്ന ടിക്കറ്റ് കാണണം. ഇന്നത്തെ ടിക്കറ്റ് അല്ലേ? ഇത് ഓരോ ദിവസവും ടിക്കറ്റ് മിച്ചം വന്നത് കണ്ടോ? ഞാൻ കുറേ വീഡിയോ വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ എങ്ങനെ കയ്യിൽ നിന്ന് പോയല്ലോ? ഇതൊക്കെ കയ്യിൽ നിന്ന് പോലെ തിരിച്ചെടുക്കുകയല്ലോ. മറ്റേ നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു, ആൺസോളിനി ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല. ഇതെല്ലാം ടിക്കറ്റ് ഇത്രയും പൊക്കത്തി വീട്ടിൽ ഇരിപ്പുണ്ട് ടിക്കറ്റ്. എന്നിട്ട് ബാർബർ ഷോപ്പിൽ കൊടുക്കുക ഈ ടിക്കറ്റ് മുഴുവൻ. അവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് പിച്ചാത്തി വയ്ക്കാനായിട്ട്.